ഹരി ഓം. സംസ്കാരം സംഘടന സേവ SPYSS NYC മലയാളം ഭഗവത്ഗീതയിലെ ഒരു സ്പെഷ്യൽ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 104ാമത്തെ ദിവസമാണ്. ബാലയുഗ അധ്യായം. വിഭൂതി യോഗത്തിലെ ശ്ലോകങ്ങളാണ് നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്. വിഭൂതി യോഗത്തിൽ എല്ലാ ചാൻറ്റിങ്ങും നമ്മുടെ കൊച്ചു യോഗബന്ധുക്കളും അല്ലെങ്കിൽ കൊച്ചു പിള്ളേരാണ് ചാൻറ്റിങ് റിപ്പീറ്റേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നും അതേപോലെ നമ്മുടെ കൊച്ചു അക്കന്മാരും അണ്ണന്മാരും എത്തിയിട്ടുണ്ട്. ആദ്യം ധ്യാന ശ്ലോകത്തിനായി അനുവിന്ദ അക്കയെ ക്ഷണിച്ചുകൊള്ളുന്നു. ഹരി ഓം. ഭഗവത്ഗീത ധ്യാന ശ്ലോകം. ഓം പാർത്ഥായ പ്രതിബോധിതാം ഭഗവതാം നാരായണേന സ്വയം വ്യാസേന ഗ്രഥിതാം പുരാണമുനിനാം മധ്യേ മഹാഭാരതം അദ്വൈതാമൃതവർഷിണീം ഭഗവതീം അഷ്ടാദശാധ്യായിനീം അംബ ത്വാമധുസൂദനാമി ഭഗവദ്ഗീതേ ഭവദ്വേഷിണീം നമോസ്തു തേ വ്യാസവിശാലബുദ്ധേ ഫുല്ലാരവിന്ദായതപത്രനേത്ര യേന ത്വായത ഭാരത തൈലപൂർണ പ്രജ്വാലിതോ ജ്ഞാനമയപ്രദീപഃ പ്രപന്നപാരിജാതായ സ്തോത്രവൈത്രേകപാണയേ ജ്ഞാനമുദ്രായ കൃഷ്ണായ ഗീതാമൃതദുഹേ നമഃ. അങ്ങനെ ഡാൻസ് കഴിഞ്ഞിട്ട് ഉടനെ ഇവിടെ വന്ന് നമുക്ക് ധ്യാന ശ്ലോകം ചൊല്ലിയ അനുവിന്ദ അക്കയ്ക്ക് നന്ദി. അടുത്തത് നമുക്ക് ഓരോരോ ശ്ലോകത്തിലോട്ട് കടക്കാം. ഇന്ന് ചാൻറ്റിങ് ഗൈഡൻസിനായിട്ട് എത്തിയിരിക്കുന്നത് ജയശ്രീ കെ അക്കയാണ്. അപ്പൊ നമുക്ക് ശ്ലോകം 22 വരെ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞിരുന്നു. 23, 24 ചാൻറ്റിങ് റിപ്പീറ്റേഷനായിട്ട് ഐശ്വര്യ മനോജ് അക്കയെ ക്ഷണിച്ചുകൊള്ളുന്നു. തുടർന്ന് എക്സ്പ്ലനേഷനായി സരോജിനി അക്കയെ ക്ഷണിക്കുന്നു. ഹരി ഓം. ഹരി ഓം. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ പരമാത്മനേ നമഃ. ശ്ലോകം 23 ഓരോ ലൈൻസ് ആയിട്ട്. ആദ്യം രുദ്രാണാം ശങ്കരശ്ചാസ്മി രുദ്രാണാം ശങ്കരശ്ചാസ്മി വിത്തേശോ യക്ഷരക്ഷസാം വിത്തേശോ യക്ഷരക്ഷസാം വസൂനാം പാവകശ്ചാസ്മി വസൂനാം പാവകശ്ചാസ്മി മേരുശിഖരിണാമഹം മേരുശിഖരിണാമഹം. ഇനി 2 ലൈൻസ്. രുദ്രാണാം ശങ്കരശ്ചാസ്മി വിത്തേശോ യക്ഷരക്ഷസാം രുദ്രാണാം ശങ്കരശ്ചാസ്മി വിത്തേശോ യക്ഷരക്ഷസാം വസൂനാം പാവകശ്ചാസ്മി മേരുശിഖരിണാമഹം വസൂനാം പാവകശ്ചാസ്മി മേരുശിഖരിണാമഹം. രുദ്രാണാം ശങ്കരശ്ചാസ്മി വിത്തേശോ യക്ഷരക്ഷസാം വസൂനാം പാവകശ്ചാസ്മി മേരുശിഖരിണാമഹം. രുദ്രാണാം ശങ്കരശ്ചാസ്മി വിത്തേശോ യക്ഷരക്ഷസാം വസൂനാം പാവകശ്ചാസ്മി മേരുശിഖരിണാമഹം. ശ്ലോകം 24 ഓരോ ലൈൻസ് ആയിട്ട്. പുരോധസാം ച മുഖ്യം മാം
पुरोधसां च मुख्यं मां विद्धि पार्थ बृहस्पतिम् विद्धि पार्थ बृहस्पतिं सेनानीनामहं स्कन्धा सेनानीनामहं स्कन्धः सरसामस्मि सागरः सरसामस्मि सागरः पुरोधसां च मुख्यं मां विद्धि पार्थ बृहस्पतिम् पुरोधसां च मुख्यं मां विद्धि पार्थ बृहस्पतिं सेनानीनामहं स्कन्धा सरसामस्मि सागरः सेनानीनामहं स्कन्धः सरसामस्मि सागरः पुरोधसां च मुख्यं मां विद्धि पार्थ बृहस्पतिम् सेनानीनामहं स्कन्धा सरसामस्मि सागरः पुरोधसां च मुख्यं मां विद्धि पार्थ बृहस्पतिं सेनानीनामहं स्कन्धः सरसामस्मि सागरः ഹരി ഓം. ഹരി ഓം അണ്ണ, ഹരി ഓം അക്ക. എല്ലാവർക്കും നമസ്കാരം. നമ്മള് ശ്രീമദ് ഭഗവത്ഗീത 10-ാം അധ്യായത്തിലെ 23, 24 ശ്ലോകങ്ങൾ വരെ എത്തി നിൽക്കുകയാണ്. ഇപ്പോ 10-ാമത്തെ അധ്യായം എന്ന് പറഞ്ഞാൽ വിഭൂതി വിസ്താര യോഗമാണ്. അപ്പൊ വിഭൂതിയെ പറ്റി വിസ്തരിക്കുകയാണ് ഭഗവാൻ. വിഭൂതി എന്ന് പറഞ്ഞാൽ തന്നെ ഈശ്വര ചൈതന്യം അല്ലെങ്കിൽ ഭഗവത് പ്രഭാവം എന്നാണ് അതിന്റെ അർത്ഥം, വിഭൂതി എന്ന് പറഞ്ഞാൽ. അപ്പോ സകല ചരാചരങ്ങളിലും ഭഗവാന്റെ പ്രഭാവം, ഭഗവാന്റെ സാന്നിധ്യം ഉണ്ട് എന്നാണ് ഈ ഒരു അധ്യായത്തിൽ മുഴുവനും വിവരിക്കുന്നത്. ആ ഒരു തത്വത്തെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ്. മഹാതത്വമാണത്. ആ മഹാതത്വത്തെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ വിഭൂതി യോഗം എന്ന 10-ാമത്തെ അധ്യായം ഉടനീളം ആദ്യം മുതൽ അവസാനം വരെ ഭഗവാന്റെ പ്രഭാവം മാത്രമാണ് ഇതിനകത്ത് കാണിക്കുന്നത്. അപ്പോ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് നമ്മൾ അർജുനനെ ഒരു വിധത്തിൽ ഉയർത്തി കൊണ്ടുവരികയാണ്. മാനസിക അവസ്ഥ തീരെ ഒരു നിശ്ചേഷ്ടമായ ഒരു അവസ്ഥയിലാണ് അർജുനൻ ഉണ്ടായിരുന്നത്. ആ അർജുനനെ ഓരോന്ന് പറഞ്ഞ് ഭഗവാൻ ഇവിടം വരെ ഉയർത്തി കൊണ്ടുവന്നു. ഇനി ഈ ലോകത്തെ ഈ സർവചരാചരങ്ങളിലും ഈ ഭഗവാന്റെ ചൈതന്യമുണ്ട്, ഭഗവത് പ്രഭാവമുണ്ട് എന്നുള്ള കാര്യം ഈ അധ്യായത്തിൽ കൂടി അർജുനനെ മനസ്സിലാക്കി കൊടുക്കുകയാണ്. അപ്പോ ഭക്തി, നമുക്കറിയാം സൃഷ്ടിയുടെ ഉറവിടം തന്നെ, സൃഷ്ടിയുടെ ആരംഭം തന്നെ ഭഗവാൻ മഹാവിഷ്ണു തന്നെയാണ്. ആ മഹാവിഷ്ണുവിൽ നിന്നാണ് സൃഷ്ടി ആരംഭിക്കുന്നത്. അപ്പോ ഭക്തിയുടെ ഉത്ഭവവും അതിന്റെ വൃദ്ധിക്കായിട്ട് ശ്രീ ഭഗവാന്റെ കല്യാണ ഗുണങ്ങളുടെ വർണ്ണനയും അതെല്ലാം നമ്മുടെ ഈ 10-ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണാം. അപ്പോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 21ഉം 22ഉം ശ്ലോകങ്ങൾ പഠിച്ചു. 21ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് ആദിത്യാനാം അഹം വിഷ്ണു, ഞാൻ വിഷ്ണു, ആദിത്യന്മാരിൽ വെച്ചിട്ട് വിഷ്ണുവാണ്. ആദിത്യന്മാര് 12 ആദിത്യന്മാരുണ്ടെന്നാ പറയുന്നത്. അതില് വിഷ്ണുവാണ് ഞാൻ. അതുപോലെ തന്നെ ജ്യോതിഷാം രവിരംശുമാൻ, രവി ആണ് ഞാൻ. പ്രകാശിക്കുന്ന എല്ലാ ചരാചരങ്ങളിലും ഞാൻ സൂര്യനാണ്. അങ്ങനെ ഓരോ കാര്യങ്ങളിലും ശ്രേഷ്ഠമായത് എന്താണോ അത് ഭഗവാനാണ് എന്നാണ് ഭഗവാൻ പറയുന്നത്. ഇവിടെ ഇപ്പോൾ 23ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നു രുദ്രാണാം ശങ്കരശ്ചാസ്മി. രുദ്രന്മാരിൽ വെച്ചിട്ട്, രുദ്രാണാം എന്ന് പറഞ്ഞാൽ രുദ്രന്മാരിൽ വെച്ചിട്ട്, രുദ്രന്മാര് എന്ന് പറയുമ്പോൾ ശിവന്റെ ഓരോ രൂപങ്ങളാണ്. അതില് 11 രുദ്രന്മാരുണ്ടെന്നാണ് പറയുന്നത്. ഈ 11 രുദ്രന്മാരിലും ശരിക്കും ശങ്കരൻ, ശിവശങ്കരൻ
ആരാണോ ശിവശങ്കരനാണ് ശ്രേഷ്ഠനായിട്ടുള്ളത്, ആ ശിവശങ്കരൻ, ആ ശിവൻ ഞാൻ തന്നെയാണ് എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. രുദ്രാണാം ശങ്കരശ്ച അസ്മി, ശങ്കരൻ ശങ്കരഹ ച അസ്മി, ഞാൻ ആണ് ശങ്കരനായിട്ടുള്ളത്, ശിവശങ്കരനാണ് ഞാൻ രുദ്രന്മാരിൽ വെച്ചിട്ട്. അതുപോലെ തന്നെ വിത്തേശോ യക്ഷരക്ഷസാം, വിത്തേശൻ എന്ന് പറഞ്ഞാൽ വിത്തേശൻ എന്ന് പറഞ്ഞാല് കുബേരനാണ്. കുബേരനാണല്ലോ പണത്തിന്റെ ശ്രേഷ്ഠനായിട്ടുള്ള പണത്തിന്റെ ദേവൻ തന്നെ കുബേരനാണ്. ആ കുബേരന്മാരില് യക്ഷരക്ഷസുകളില്, ദേവനല്ല യക്ഷരക്ഷസുകളിൽ പെട്ട ആളാണ് കുബേരൻ. ആ കുബേരൻ ആണ് ഈ യക്ഷരക്ഷസുകളിൽ വെച്ചിട്ട് ശ്രേഷ്ഠനായ ആ കുബേരൻ ഞാൻ തന്നെയാണ് എന്ന് ഭഗവാൻ പറയുന്നു. അതുപോലെ വസൂനാം പാവകശ്ചാസ്മി, വസുക്കളിൽ വെച്ചിട്ട്, നമുക്കറിയാം അഷ്ടവസുക്കളാണ് ഉള്ളത്, നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ. അപ്പോ ആ അഷ്ടവസുക്കളിൽ പാവകൻ അഗ്നിയാണ് ഞാൻ. പാവകഃ ച അസ്മി, ഞാൻ പാവകനാണ്, ഞാൻ അഗ്നിയാണ്, വസുക്കളിൽ വെച്ചിട്ട് അഗ്നിയാണ് ഞാൻ. അതുപോലെ മേരു ശിഖരിണാം അഹം, ശിഖരി എന്ന് പറഞ്ഞാൽ പർവ്വതമാണ്. പർവ്വതങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ പർവ്വതം മേരു പർവ്വതമാണ്. ആ മേരു പർവ്വതത്തിലാണ് ഭഗവാൻമാർ വസിക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പോ ആ മേരു പർവ്വതമാണ്, പർവ്വതങ്ങളിൽ വെച്ചിട്ട് ശ്രേഷ്ഠമായ ആ മേരു പർവ്വതം ഞാൻ തന്നെയാണ് എന്ന് ഭഗവാൻ ഈ 23-ാമത്തെ ശ്ലോകത്തില് പറയുന്നു. രുദ്രാണാം ശങ്കരശ്ചാസ്മി വിത്തേശോ യക്ഷരക്ഷസാം വസൂനാം പാവകശ്ചാസ്മി മേരു ശിഖരിണാമഹം. അപ്പോ ഏതിനും ഈ ഇവിടെ പറഞ്ഞിട്ടുള്ള ഈ 4 കാര്യങ്ങളില് 4ലും ശ്രേഷ്ഠമായത് എന്താണോ അത് ഞാൻ തന്നെയാണ് എന്ന് ഭഗവാൻ പറയുന്നു. അപ്പോ സത്യത്തിൽ ഈ സകല ചരാചരങ്ങളിലും ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് ഭഗവാൻ തന്നെയാണ് എന്ന് ഭഗവാൻ അർജുനനെ ബോധിപ്പിക്കുകയാണ്. അടുത്തത് നമുക്ക് 24-ാമത്തെ ശ്ലോകത്തിൽ എന്താ പറയുക? പുരോധസാം ച മുഖ്യം മാം, ഞാൻ പുരോധസഹ എന്ന് പറഞ്ഞാല് പുരോഹിതന്മാരാണ്. ആ പുരോഹിതന്മാരിൽ ശ്രേഷ്ഠനായ ദേവഗുരുവായ ബൃഹസ്പതിയാണ് ഞാൻ. പുരോധസാം ച മുഖ്യം മാം വിധി പാർത്ഥ ബൃഹസ്പതിം, ബൃഹസ്പതിയായ പുരോഹിതൻ, ശ്രേഷ്ഠനായ ദേവഗുരു ബൃഹസ്പതി ഞാനാണ്. വിധി എന്ന് പറഞ്ഞാൽ അറിയൂ പാർത്ഥ. പുരോധസാം ച മുഖ്യം, പുരോധസുകളിൽ മുഖ്യനായ ദേവഗുരു ബൃഹസ്പതി അത് ഞാനാണ്. പുരോധസാം ച മുഖ്യം മാം വിധി പാർത്ഥ ബൃഹസ്പതിയാണ്. അതുപോലെ തന്നെ സേനാനീനാമഹം സ്കന്ദ, സേനാനികളിൽ ദേവസേനാധിപനായ സ്കന്ദനാണ് ഞാൻ. സേനാനികളിൽ ഏറ്റവും ശ്രേഷ്ഠൻ ദേവസേനാനിയായ സ്കന്ദനാണ്. ആ സ്കന്ദൻ ഞാൻ തന്നെയാണ് പാർത്ഥ, മനസ്സിലാക്കൂ. സരസാം അസ്മി സാഗരഃ, നീരൊഴുക്കുകളില് വെള്ളം കാണുന്നിടത്ത്, ആ എല്ലാ തരത്തിലുള്ള നീരൊഴുക്കുകളിലും ഞാൻ സാഗരമാണ്, ഞാൻ സമുദ്രമാണ്. അതാണ് പവിത്രമായിട്ടുള്ള നീരൊഴുക്ക്, അത് സാഗരമാണ്. ആ സാഗരം ഞാൻ തന്നെയാണ് പാർത്ഥ. ഇതെല്ലാം നീ മനസ്സിലാക്കിയാലും എന്ന് അർജുനനോട് ഭഗവാൻ പറഞ്ഞു കൊടുക്കുകയാണ്. പുരോധസാം ച മുഖ്യം മാം വിദ്ധി പാർത്ഥ ബൃഹസ്പതിം സേനാനീനാമഹം സ്കന്ദഃ സരസാമസ്മി സാഗരഃ. അതാണ് ഈ 24-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുള്ളത്. എല്ലാ ജീവജാലങ്ങളിലും, എല്ലാ ശ്രേഷ്ഠമായ കാര്യങ്ങളിലെല്ലാം ഏതിലൊക്കെയാണോ ശ്രേഷ്ഠതയുള്ളത് അതെല്ലാം ഞാൻ തന്നെയാണ് പാർത്ഥ എന്ന് ഭഗവാൻ അർജുനനെ ഉപദേശിക്കുകയാണ്. ഈ 23-ഉം 24-ഉം ശ്ലോകങ്ങളിലും അത് തന്നെയാണ് പറയുന്നത്. നന്ദി, നമസ്കാരം. അടുത്ത ശ്ലോകത്തിലോട്ട് നടക്കാം. നമുക്ക് 25, 26 ശ്ലോകങ്ങൾ റിപ്പീറ്റ് ചെയ്യാനായിട്ട് ധ്യാൻ മാധവണ്ണനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഹരി ഓം.
ഹരി ഓം. ശ്ലോകം 25. മഹർഷീണാം ഭൃഗുരഹം ഗിരാമസ്മ്യേകമക്ഷരം യജ്ഞാനാം ജപയജ്ഞോസ്മി താവരാണാം ഹിമാലയഃ. മഹർഷീണാം ഭൃഗുരഹം ഗിരാമസ്മ്യേകമക്ഷരം യജ്ഞാനാം ജപയജ്ഞോസ്മി താവരാണാം ഹിമാലയഃ. മഹർഷീണാം ഭൃഗുരഹം ഗിരാമസ്മ്യേകമക്ഷരം യജ്ഞാനാം ജപയജ്ഞോസ്മി സ്ഥാവരാണാം ഹിമാലയഃ. മഹർഷീണാം ഭൃഗുരഹം ഗിരാമസ്മ്യേകമക്ഷരം യജ്ഞാനാം ജപയജ്ഞോസ്മി സ്ഥാവരാണാം ഹിമാലയഃ. ശ്ലോകം 26. അശ്വത്ഥം സർവവൃക്ഷാണാം ദേവർഷീണാം ച നാരദ ഗന്ധർവാണാം ചിത്രരഥാ സിദ്ധാനാം കപിലോ മുനിഃ. അശ്വത്ഥാ സർവവൃക്ഷാണാം ദേവർഷീണാം ച നാരദ. ഗന്ധർവാണാം ചിത്രരഥാ സിദ്ധാനാം കപിലോ മുനിഃ. അശ്വത്ഥാ സർവവൃക്ഷാണാം ദേവർഷീണാം ച നാരദ ഗന്ധർവാണാം ചിത്രരഥാ സിദ്ധാനാം കപിലോ മുനിഃ. അശ്വത്ഥാ സർവവൃക്ഷാണാം ദേവർഷീണാം ച നാരദഃ ഗന്ധർവാണാം ചിത്രരഥഃ സിദ്ധാനാം കപിലോ മുനിഃ. ഹരി ഓം. ഇവിടെ വിഭൂതി യോഗമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഭഗവാൻ സ്വന്തം വിശേഷമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ വിചാരിക്കുന്നത് ഇപ്പൊ നമ്മുടെ ജീവിതത്തിൽ പലരും കുറച്ചൊക്കെ വയസ്സായി കഴിഞ്ഞാൽ സ്വന്തം വിഭൂതി പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കും. പക്ഷേ അവിടെ ഒന്നും ആരും കേൾക്കാനോ അത്ര വലിയ താല്പര്യം എപ്പോഴും കാണിക്കാറില്ല. പലവരും നമ്മൾ പറയാറുണ്ടല്ലോ, ഈ പിക്ചറിലൊക്കെ കാണിക്കും, ഞാൻ പണ്ട് അതിർത്തിയിലായിരുന്നപ്പോൾ എൻ്റെ ഇവിടെ ഒരു പിടിയുണ്ട തുളച്ചു കയറി, എന്നിട്ടും ഞാൻ 10 ആൾക്കാരെ, അങ്ങനെയൊക്കെ പല വിഭൂതികളും നമ്മളൊക്കെ പറയാറുണ്ട്. പക്ഷേ ഇത് കേൾക്കാനൊന്നും വലിയ താല്പര്യം ആർക്കും ഇല്ല. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന തന്നെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കും. എനിക്കും തോന്നുന്നു ഇതെന്തിനാ ഞാൻ പിന്നെയും പറയുന്നു. പക്ഷേ ഇവിടെ കൃഷ്ണന്റെ വിഭൂതി കേൾക്കാനായിട്ട് അർജുനൻ ചോദിക്കുകയാണ്, ഇനിയും പറയണം. കൃഷ്ണൻ ഏകദേശം ഒരു മടുത്ത്, എന്നാലും ഞാൻ എളുപ്പം ഒരു കാര്യം പറയാം, കുറച്ച് കാര്യങ്ങൾ എളുപ്പം പറയാം എന്ന്
വിശേഷമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ തന്നെ 22-ാമത്തെ എനിക്ക് തോന്നുന്നു ശ്ലോകത്തില് വേദങ്ങളിൽ ഞാൻ സാമവേദമാണെന്ന് പറയും. അപ്പൊ നമുക്ക് ചോദിക്കാം, ഇപ്പൊ വേറെ വേദങ്ങളൊക്കെ എന്താണ്? അതൊന്നും കൃഷ്ണനല്ലയോ, ഭഗവാനല്ലയോ? അല്ലെങ്കിൽ ഇപ്പൊ തന്നെ മേരു പർവ്വതമാണെന്ന് പറയുന്നത്. അപ്പൊ വേറെ പർവ്വതങ്ങളൊക്കെ എന്താണ്? എന്തിനാണ് ഓരോരോ കാര്യം ഇങ്ങനെ എടുത്തു പറയുന്നത്? ഇതെല്ലാം ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഓരോരോ കാര്യം പറയേണ്ട ആവശ്യമുണ്ട്. അപ്പൊ ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നത് ഇത് ധ്യാനത്തിന് വേണ്ടിയാണ്. എല്ലായിടത്തും നമുക്ക് എളുപ്പം ഭഗവാനെ കാണാൻ പ്രയാസമാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് പല കാര്യങ്ങളിൽ ഇത് സാമവേദം. ഇപ്പൊ സാമവേദം എന്തിനാ എടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കൃഷ്ണന് നമുക്കറിയാം ഓടക്കുഴൽ വായിക്കുന്ന ആളാണ്. അപ്പം മ്യൂസിക് താല്പര്യമുള്ള ഒരു അവതാരം. അപ്പൊ വേദങ്ങളിൽ ഞാൻ സാമവേദമാണെന്ന് പറയും. അങ്ങനെ വിശേഷപ്പെട്ട ഓരോരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ ശ്ലോകം 25-ഉം 26-ഉം വരുന്നു. അപ്പോ ഏകദേശം ഇങ്ങനെ ഞാനാണ്, ഇതില് ഇന്നത് ഞാനാണെന്ന് ഏകദേശം 61 കാര്യങ്ങളാണ് ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ 25-ാമത്തെ ശ്ലോകത്തിൽ ആരൊക്കെയാണ് എന്ന് കാണാം. മഹാഋഷികളിൽ ഭൃഗു ആണെന്ന് പറയും. ഭൃഗു മഹർഷിയുടെ ഒരു ചെറിയൊരു കഥ പറഞ്ഞിട്ട് പോകാം. പല കഥകളും നമുക്ക് ഓരോരോ കാര്യത്തിൽ ഓരോരോ കഥ പറയാൻ സാധിക്കും. നമുക്കറിയുന്നത് ഭൃഗു എനിക്കൊന്ന് ഭാഗവതത്തിലൊക്കെ വരുന്നതാണ്. ഈ ത്രിമൂർത്തികളിൽ ഏറ്റവും നല്ല ആൾ ആരാണ്, ഏറ്റവും വലിയ ശ്രേഷ്ഠമായിട്ടുള്ള ആൾ ആരാണെന്നൊക്കെ കണ്ടുപിടിക്കാൻ പോകുന്ന ഒരു കഥയുണ്ട്. ശിവന്റെ അടുത്ത് പോവും, ബ്രഹ്മാവ് സ്വന്തം അച്ഛനാണ്, അച്ഛൻ്റെ അടുത്ത് പോവും. അവിടെ എല്ലാം അവർക്ക് സമയമില്ല എന്ന് പറഞ്ഞ് ഓടിച്ചളയും. ലാസ്റ്റിൽ ഭൃഗു അവിടെ ചില പണികൾ കാണിക്കുമ്പോഴത്തേക്ക് ശിവനും ബ്രഹ്മാവും ശാപം കൊടുക്കാനായിട്ട് ഓടിക്കും. അപ്പൊ അങ്ങനെ ഓടി രക്ഷപ്പെട്ട് വിഷ്ണുവിൻ്റെ അടുത്ത് വരും. വിഷ്ണുവിൻ്റെ അടുത്ത് വരുമ്പോൾ ഇങ്ങനെ കിടന്നുറങ്ങാണ്. ലോകത്തിന്റെ എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ട ആള് നല്ലപോലെ കിടന്നുറങ്ങാണ്. ഭൃഗു ഋഷിക്ക് ഭയങ്കര ദേഷ്യം വരും. നെഞ്ചത്തൊരു ചവിട്ടം കൊടുക്കും. നെഞ്ചത്ത് ചവിട്ട് കൊടുക്കുമ്പോൾ വിഷ്ണു കാല് പിടിച്ച്, അയ്യോ കാലിന് എന്തെങ്കിലും പറ്റിയോ, നൊന്തോ എന്ന് ചോദിച്ച് ഭൃഗു മഹർഷിയുടെ അഹങ്കാരം എടുത്തു കളഞ്ഞെന്നാണ് പറയുന്നത്. ഏതായാലും പിന്നെ ത്രിമൂർത്തികളിൽ വിഷ്ണുവാണ് ഏറ്റവും വലിയ ആളെന്നൊക്കെ പറഞ്ഞ ഋഷിയാണ് ഭൃഗു മഹർഷി. അതേപോലെ നമുക്കറിയാം, നമ്മളെല്ലാവരും ആരോഗ്യത്തിന് വേണ്ടി കഴിക്കുന്ന ഒരു സാധനമുണ്ട്. നമ്മളെല്ലാവരും കഴിച്ചാണ് ചെറുതിലേ ഇപ്പോഴും ചിലപ്പോൾ കഴിക്കുന്നതായിരിക്കും. ആർക്കെങ്കിലും പറയുമോ എന്താണ്? ആയുർവേദത്തിൽ എല്ലാവരും കഴിക്കാൻ പറ്റുന്ന ഒരു സാധനം ശവനപ്രാശം. ഭൃഗു മഹർഷിയുടെ മോനാണ് ശവനം. ഇപ്പൊ പുള്ളി ഇങ്ങനെ തപസ്സൊക്കെ ഇരുന്ന് ആ ഒരു കഥയുണ്ട്. കണ്ണ് മാത്രം വെളിയിൽ കാണും. ഇപ്പൊ രാജാവ് വന്ന് കണ്ണി കുത്തും. അപ്പൊ അങ്ങനത്തെ ഒരു കഥയുണ്ട്. അത് കഴിഞ്ഞിട്ട് രാജാവ് ക്ഷമ ചോദിച്ച് എൻ്റെ മോളെ കല്യാണം കഴിക്കണം എന്നൊക്കെ പറയും. പക്ഷെ ഈ ചവനൻ വളരെ വയസ്സല്ല, ഈ ഒരുപാട് തപസ് ചെയ്ത് ശരീരമൊക്കെ വളരെ മെലിഞ്ഞ് ശോഷിച്ചു പോയിരിക്കുകയാണ്. അപ്പൊ അത് അശ്വിനി കുമാരന്മാരോ അങ്ങനെ ആരോ വന്ന് ശവനപ്രാശം കൊടുക്കുകയാണ്. അങ്ങനെ ഒരു കഥയുണ്ട്. അപ്പൊ എല്ലാവരും ശവനപ്രാശം കഴിച്ചോണം. യജ്ഞനാം ജപയജ്ഞോസ്മി, ഞാൻ യജ്ഞത്തിൽ ജപം. അപ്പൊ ഇത് രാമായണത്തിലും പലയിടത്തും നമ്മൾ കേട്ടിട്ടുണ്ട്. കലിയുഗത്തിൽ ഏറ്റവും നല്ല കാര്യം സംസാരം സാഗരത്തെ നമുക്ക് തുഴഞ്ഞ് ഇത് കടക്കണമെങ്കിൽ നമുക്ക് ജപയജ്ഞം, മന്ത്രം, നമുക്ക് ഇഷ്ടമന്ത്രം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഗുരുവിൻ്റെ അടുത്ത് നിന്ന് മന്ത്രദീക്ഷ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ മന്ത്രം ചൊല്ലുന്നത് 108 പ്രാവശ്യമോ അല്ലെങ്കിൽ 1008 പ്രാവശ്യം, എത്ര പ്രാവശ്യമായാലും ചെയ്ത് അതാണ് ഏറ്റവും നല്ലതെന്ന് പറയുന്നു. അപ്പോൾ ഭഗവാൻ ജപയജ്ഞമാണെന്ന് പറയുന്നു. അതേപോലെ സ്ഥാവരാണാം ഹിമാലയം എന്ന് പറയുന്നു. എന്ന് പറഞ്ഞാൽ ഇമ്മൂവബിൾ തിങ്സ്, സ്ഥിരമായി ഇരിക്കുന്ന കാര്യങ്ങളിൽ ഞാൻ ഹിമാലയമാണ്. നമുക്കറിയാം, നമ്മളെല്ലാം ഒന്നീ വടക്കോട്ട് ഇല്ലെങ്കിൽ കിഴക്കോട്ടൊക്കെയാണ് നമ്മൾ യോഗ ചെയ്യുന്നത്, അല്ലെങ്കിൽ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ വടക്കോട്ട് ചെയ്യാനുള്ള ഒരു കാരണം ഭാരതത്തിൽ ഹിമാലയം ഉണ്ടായതുകൊണ്ടാണ്.
ഹിമാലയ പ്രദേശത്തിലെ ഒരുപാട് ഋഷിമാരും ഒരുപാട് ഇങ്ങനത്തെ സന്യാസിമാരും ഇങ്ങനത്തെ ദിവ്യമായ ഒരു സ്ഥലമാണ്. അവിടെ ഒരുപാട് എളുപ്പമാണെന്നും പറയുന്നു. നമുക്ക് റിയലൈസ് ചെയ്യാൻ, മനസ്സിനെ ശാന്തമാക്കാനൊക്കെ എളുപ്പമാണെന്ന് പറയുന്നു. അപ്പം അതുകൊണ്ട് ഹിമാലയമാണെന്ന് പറയും. ഇനി 26-ാമത്തെ ശ്ലോകത്തിൽ മരങ്ങളിൽ ഞാൻ ആൽമരമാണെന്ന് പറയുന്നു. ആൽമരം നമുക്കറിയാം, ബോധി, പല വലിയ വലിയ ഋഷികളും എല്ലാവരും ഈ മരത്തിൻ്റെ കീഴിലാണ് തപസ് ചെയ്ത് സാക്ഷാത്കാരം കിട്ടിയത്. നമുക്ക് ബുദ്ധന്റെ കാര്യം അറിയാം. അങ്ങനെ നമുക്ക് അടുത്തത് ഗന്ധർവന്മാരിൽ അല്ല, അടുത്തത് ദേവർഷിമാരിൽ നാരദൻ. നമുക്കറിയാം നാരദന്റെ കാര്യമൊക്കെ അറിയാം. ഒരു ചെറിയൊരു വ്യത്യാസമായിട്ടുള്ള ഒരു കാര്യമാണ് നാരദൻ എപ്പോഴും ചെയ്യുന്നത്. ആദ്യം ഒരു വഴക്ക് ഇടിപ്പിക്കുക 2-3 പേരിൽ, പിന്നെ അവർക്ക് ബുദ്ധി കൊടുക്കും. ഒരു ടെസ്റ്റൊക്കെ ചെയ്തിട്ടാണ് എപ്പോഴും നാരദൻ, വേദവ്യാസൻ പലവരുടെയും ഗുരുവാണ് നാരദൻ. അപ്പോൾ ദേവർഷികളിൽ നാരദനാണെന്ന് പറയുന്നു. എളുപ്പം ഒരു ചെറിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇടയ്ക്ക് വിഷ്ണുവിനോട് പോയി ചോദിക്കുക, എനിക്ക് മായ എന്താണെന്ന് പറഞ്ഞു തരാമോ? അപ്പോൾ വിഷ്ണു ചോദിക്കുക, എനിക്ക് ഇച്ചിരി വെള്ളം തരാം. അപ്പോൾ ഭൂമിയിൽ വന്ന് ഒരു കിണറിൻ്റെ അടുത്ത് വന്ന് വെള്ളത്തിന് വേണ്ടി ഒരു അക്ക വെള്ളം എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അക്കയോട് വെള്ളം ചോദിക്കുമ്പോൾ തരാമെന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴത്തേക്ക് നാരദർക്ക് അവിടെ നിൽക്കുന്ന അക്കയെ ഒന്ന് കല്യാണം കഴിച്ചാൽ തോന്നും. അങ്ങനെ കല്യാണം കഴിച്ച് 3 മക്കളൊക്കെ ആയി. കുറേ വർഷങ്ങൾ, 3-4 വർഷം ആകുമ്പോൾ അവിടെ വെള്ളപ്പൊക്കം ഉണ്ടാകും. ആ വെള്ളപ്പൊക്കത്തിൽ അവരുടെ കുടുംബം എല്ലാം പോകും. 3 മക്കളുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ വെള്ളത്തിൽ പോയി. പിന്നെ ആ വിഷ്ണുവിനെ അവിടെ കാണും. വെള്ളം അടിച്ച് ഒരിടത്ത് കൊണ്ടിടുമ്പോൾ വിഷ്ണു അവിടെ നിൽക്കുന്നുണ്ടാവും. അപ്പോൾ വിഷ്ണു ചോദിക്കും, ഞാനിവിടെ കുറേ നേരമായിട്ട് 10-15 മിനിറ്റ് ആയല്ലോ ഞാനിവിടെ വെള്ളത്തിന് കാത്തു നിൽക്കുന്നത്, ഇവിടെ പോയിരിക്കുകയാണ്. അപ്പോഴാണ് മനസ്സിലാവുന്നത് ഇങ്ങനെയൊക്കെ ഇത്രയും വർഷങ്ങളായെന്ന്. അപ്പോൾ വിഷ്ണു പറയും, ഇതാണ് മായ. അങ്ങനെ ഒരു കഥയുണ്ട് നാരദർ. അങ്ങനെ ഗന്ധർവങ്ങളിൽ ചിത്രരഥ. നമുക്കറിയാം ഗന്ധർവന്മാരെന്ന് പറഞ്ഞാൽ നല്ല പാട്ടുകാരാണ്. അപ്പോൾ അതിൽ ഏറ്റവും നല്ല പാട്ടുകാരനാണ് ചിത്രരഥ. സിദ്ധാനാം കപില മുനി എന്ന് പറയുന്നു. നമുക്കറിയാം കപില മുനി നമ്മുടെ സാഖ്യ ദർശനം എഴുതിയ ആളാണ്. ഏറ്റവും ആദ്യത്തെ ഫിലോസഫർ എന്ന് സ്വാമി വിവേകാനന്ദൻ പറയും. അപ്പോൾ ഇങ്ങനെ പലവരിൽ പല കാര്യങ്ങളിൽ ഞാൻ ഇതാണ് എന്ന് പറഞ്ഞ്, ഇതാണ് 25ഉം 26ഉം ശ്ലോകം. ഹരിയും. അടുത്ത ശ്ലോകം റിപ്പീറ്റേഷന് വേണ്ടി സാത്വിക് അണ്ണനെ ക്ഷണിക്കുന്നു. തുടർന്ന് എക്സ്പ്ലനേഷന് വേണ്ടി ജയരാജ് അണ്ണനെ ക്ഷണിച്ചോളൂ. ഹരിയും. ശ്ലോകം 27. ഉച്ചൈശ്രവസമശ്വാനാം വിദ്ധി മാമമൃതോദ്ഭവം ഐരാവതം ഗജേന്ദ്രാണാം നരാണാം ച നരാധിപം ഉച്ചൈശ്രവസമാശ്വാനാം വിദ്ധി മാമമൃതോദ്ഭവം ഐരാവതം ഗജേന്ദ്രാണാം നരാണാം ച നരാധിപം ഉച്ചൈശ്രവസമശ്വാനാം വിദ്ധി മാമമൃതോദ്ഭവം ഐരാവതം ഗജേന്ദ്രാണാം നരാണാം ച നരാധിപം ഉച്ചൈശ്രവസശ്വാനാം വിദ്ധി മാമമൃതോദ്ഭവം ഐരാവത ഗജേന്ദ്രാണാം നരാണാം ച നരാധിപം.
ശ്ലോകം 28. ആയുധാനാമഹം വജ്രം ആയുധാനം അഹം വജ്രം ധേനുനാമസ്മി കാമധുക് ധേനുനാമസ്മി കാമധുക് പ്രജനശ്ചാസ്മി കന്ദർപ്പ പ്രജനാശ്ചാസ്മി കന്ദർഭ സർപ്പാണാമസ്മി വാസുകിഃ സർപ്പാണാമസ്മി വാസുകി ആയുധാനാമഹം വജ്രം ധേനുനാമസ്മി കാമധുക് ആയുധാമഹം വജ്രം ധേനുനാമ അസ്മി കാമധുകി പ്രജനശ്ചാസ്മി കന്ദർപ്പ സർപ്പാണാമസ്മി വാസുകിഃ പ്രജനാശ്ച കസ്മി കാദർഭ സർപ്പാണാമസ്മി വാസുകി ആയുധാനാമഹം വജ്രം ധേനുനാമസ്മി കാമധുക് പ്രജനശ്ചാസ്മി കന്ദർപ്പ സർപ്പാണാമസ്മി വാസുകിഃ ആയുധാമഹം വജ്ര ധേനുനാമസ്മി കാമധു പ്രജാനസ്സ കസ്മി കാന്ദർഭ സർപ്പാണാസ്മി വാസുകി. ഹരി ഓം. വും ഭഗവത്ഗീത 10-ാം അധ്യായം വിഭൂതി യോഗം. നമ്മൾ 27-28 ശ്ലോകത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഭഗവാന്റെ വിഭൂതിയെ പറ്റി ആമുഖം മുതൽ എല്ലാവരും സംസാരിച്ചു കഴിഞ്ഞു. ഭഗവാന്റെ ആ ചൈതന്യം, ഭഗവാന്റെ അസ്തിത്വം എന്താണെന്ന് പല ഉദാഹരണങ്ങളുടെയും ഈ അധ്യായത്തിൽ വിവരിച്ചിട്ടും ഉള്ളതാണ്. എന്നാൽ ഭഗവാൻ ഈ വിഭൂതിയെ പറ്റി ഭാഗവതത്തിൽ ഭഗവാൻ ഒരു വലിയ പറയുന്നുണ്ട്. ഭൂമിയിലുള്ള പരമാത്മാക്കളെ വളരെ കാലം കൊണ്ട് ഗണിക്കാൻ കഴിഞ്ഞാലും കോടിക്കണക്കിനുള്ള ബ്രഹ്മാണ്ടങ്ങളെ സൃഷ്ടിച്ചു പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന എൻ്റെ വിഭൂതികളെ നിർണയിക്കാൻ ആർക്കും തന്നെ സാധ്യമല്ല എന്ന് ഭാഗവതത്തിൽ ഭഗവാൻ പറയുന്നുണ്ട്. ഭഗവാന്റെ ഈ വിഭൂതികളെ പറ്റി പൂർണ്ണമായി മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും ദേവന്മാർക്കോ മഹർഷീശ്വരന്മാർക്കോ പോലും സാധ്യമല്ല എന്നാണ് ഇവിടെ ഭാഗവതത്തിൽ ഭഗവാൻ പറഞ്ഞിട്ടുള്ളത്. അതായത് ഒരു പുഷ്പത്തിന്റെ ഗന്ധം, റോസാപ്പൂവിന്റെ ഗന്ധം എടുത്താൽ ആ ഗന്ധം മുമ്പ് അറിയാത്ത ഒരു വ്യക്തിക്ക് എങ്ങനെ ആ ഗന്ധത്തെ പറ്റി പറഞ്ഞ് മനസ്സിലാക്കാൻ വളരെ അധികം പ്രയാസമുണ്ട്. അത് പല ഉദാഹരണങ്ങൾ സഹിതം പറഞ്ഞാലും അതിനെ പൂർണ്ണമായ അർത്ഥത്തിൽ ഗ്രഹിക്കാൻ ആർക്കും തന്നെ സാധ്യമല്ല. അതുപോലെ തന്നെയാണ് ഭഗവാന്റെ ഈ വിഭൂതിയെ പറ്റി അറിയാനുള്ള വിഭൂതിയെ പറ്റിയുള്ള അറിവ്. ഏതാനും ഭഗവാന്റെ വിഭൂതി യോഗം കേൾക്കാനും അറിയാനും നമ്മുടെ ഈ പരിപാടിയിലേക്ക് കൊച്ചുകുട്ടികൾ മുന്നോട്ട് വന്നതിൽ അതിന് താല്പര്യം കാണിച്ചതിലും വളരെയധികം സന്തോഷമുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അവരുടെ ഒരു നിയോഗം തന്നെയായിരിക്കാം, അല്ലെങ്കിൽ ഒരു മുജ്ജന്മ സുഹൃതം തന്നെയായിരിക്കാം അവർക്ക് ഇതിന് പ്രേരണ ഉണ്ടായത്. അവർക്കൊരു വന്ദനം അർപ്പിക്കുകയാണ്. അപ്പോൾ ശ്ലോകത്തിലേക്ക് കടക്കാം. 27-ാമത്തെ ശ്ലോകം. ഉച്ചൈസ്രവസ്സം അശ്വാനാം. ഉച്ചൈസ്രവസ് എന്ന അശ്വം കുതിര. ഉച്ചൈസ്രവസ് എന്ന കുതിര. വിദ്ധി മാമൃതോദ്ഭവം. വിദ്ധി അറിയുക. അമൃതോദ്ഭവം അമൃതിന്റെ ഉദ്ഭവസ്ഥാനം. ഉച്ചൈസ്രവസ്സം അശ്വാനാം വിദ്ധി മാമൃതോദ്ഭവം. അശ്വങ്ങളിൽ വെച്ച് അമൃതത്തിന്റെ ഉത്ഭവസ്ഥാനത്തിൽ നിന്നുണ്ടായ ഉച്ചൈസ്രവസ്. ഐരാവതം ഗജേന്ദ്രാണാം. ഗജേന്ദ്രന്മാരിൽ, അതായത് ആനകളിൽ ഐരാവതവും. നരാണാംച നരാധിപം. നരന്മാരിൽ നരാധിപനും രാജാവും ഞാനാകുന്നു എന്നാണ് ഇതിൽ പറയുന്നത്. 1-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് ഉച്ചൈസ്രവസ് ദേവേന്ദ്രന്റെ കുതിരയാണ്. അതിന് 7 തലകളുണ്ടെന്നാണ് പറയുന്നത്.
ആ ഉച്ചൈസ്രവസ് ജനിച്ചത് പാലാഴി മദന സമയത്താണ്. ഉച്ചൈസ്രവസ് പാലാഴി മദന സമയത്ത് അതിൽ നിന്ന് ഉയർന്നു വന്ന കുതിരയാണ് എന്നാണ് പറയുന്നത്. അത് ദേവേന്ദ്രൻ സ്വന്തമാക്കുകയുണ്ടായത്. ഈ പാലാഴി മദനം നടത്തേണ്ടത്, അമൃത് സ്വന്തമാക്കേണ്ടത് ദേവന്മാരുടെ ആവശ്യമായിരുന്നു. അവർക്കൊരു ശാപം ഉണ്ടായി. ദുർവാസ മഹർഷി ഒരിക്കൽ ദേവലോകം സന്ദർശിക്കുകയുണ്ടായി. അവിടുന്ന് ദുർവാസ മഹർഷിക്ക് അവിടെയുള്ള വിദ്യാധര സ്ത്രീകൾ അദ്ദേഹത്തിന് ഒരു പാരിജാതത്തിന്റെ മാല നൽകുകയുണ്ടായി. ആ ഒരു ശ്രേഷ്ഠമായ മാലയായിരുന്നത്. ആ മാല നൽകിയപ്പോൾ ദുർവാസ മഹർഷി വിചാരിച്ചു, എനിക്ക് ഈ മാല കൊണ്ട്, ഞാനൊരു മഹർഷിയല്ലേ, ഈ മാല കൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, അതുകൊണ്ട് ഇത് ദേവേന്ദ്രന് കൊടുക്കാമെന്ന് കരുതി ദേവേന്ദ്രന് കൊടുക്കുകയുണ്ടായത്. ദേവേന്ദ്രൻ അത് തന്റെ ഈ പവിത്രമായ മാല ധരിക്കണമെങ്കിൽ ശുദ്ധി വരുത്തണമെന്ന് കരുതി ശുദ്ധി വരുത്താൻ പോകുന്ന അവസരത്തിൽ തന്റെ ആനയുടെ പുറത്ത് വെക്കുകയും, ആ ആന പുറത്ത് വെച്ച സമയത്ത് കുറെ വണ്ടുകൾ വന്ന് ഇത് ശല്യം ചെയ്യുന്ന കണ്ട് ആന ആ മാലയെടുത്ത് ദൂരെ കളഞ്ഞ് ചവിട്ടി വിധിക്കുകയാണ് ഉണ്ടായത്. അത് കണ്ട ദുർവാസ മഹർഷി ദേവേന്ദ്രൻ ശപിക്കുകയാണ്. അതായത് ഈ ദേവന്മാർക്ക് ഉള്ള യൗവനാവസ്ഥയിലെ ദേവന്മാരെല്ലാം ജരാനരകൾ ബാധിച്ചു പോട്ടെ എന്നൊരു ശാപം കൊടുക്കുകയുണ്ടായത്. അപ്പൊ ശാപത്തിന്റെ മുക്തിയായിട്ട് അദ്ദേഹം പറഞ്ഞത് പാലാഴി മദനം നടത്തി അതിൽ നിന്നും വേണ്ട അമൃത് ഭക്ഷിച്ചാൽ പൂർവ്വസ്ഥിതിയിലേക്ക് പ്രാപിക്കുമെന്ന് പറഞ്ഞ്, അങ്ങനെയാണ് ദേവന്മാർ ഈ പാലാഴി മദനത്തിന് മുതിർന്നിട്ടുള്ളത്. അതിന് അസുരന്മാരെയും കൂട്ടുപിടിച്ച് പാലാഴി മതിക്കുകയുണ്ടായത്. ഈ പാലാഴി മദന സമയത്തിന് ഉപയോഗിച്ചത് മന്ദരപർവ്വതത്തെയായിരുന്നു. ഈ മന്ദരപർവ്വതത്തെ ഉപയോഗിച്ചുകൊണ്ടാണ് പാലാഴി കടകോലായി ഉപയോഗിച്ചത്. അപ്പൊ ഈ മന്ദരപർവ്വതം പാലാഴിയിൽ വെച്ചപ്പോൾ തന്നെ പാലാഴിയുടെ താഴ്ഭാഗത്തേക്ക് താഴ്ന്നു പോവുകയുണ്ടായത്. അങ്ങനെ ഭഗവാൻ വിഷ്ണുവിന്റെ രണ്ടാമത്തെ അവതാരം, കൂർമാവതാരം അവിടെ ഉണ്ടായി. ഈ മന്ദരപർവ്വതത്തെ താങ്ങി നിൽക്കാൻ വേണ്ടി ഭഗവാൻ കൂർമാവതാരം എടുത്ത് മന്ദരപർവ്വതത്തെ താങ്ങി നിർത്തുകയാണ് ഉണ്ടായത്. രണ്ടാമത്തേതിൽ ഐരാവതം ഗജേന്ദ്രന്മാരിൽ വെച്ച് ഞാൻ ഐരാവതമാണ് എന്നാണ് ഭഗവാൻ പറയുന്നത്. ഏറ്റവും ശ്രേഷ്ഠമായ ആനയാണ് ഐരാവതം. അതും ഉത്ഭവിച്ചത് ഈ പാലാഴി മദന സമയത്താണ് ഐരാവതവും ഉത്ഭവിച്ചിട്ടുള്ളത്. അതുപോലെ നരന്മാരിൽ വെച്ച് ഞാൻ നരാധിപനായ രാജാവാണ് ഞാൻ എന്നാണ് പറയുന്നത്. രാജാവ് എന്ന് പറഞ്ഞാൽ രാജ്യം ഭരിക്കുന്ന ഒരു വ്യക്തി മാത്രമല്ല, അദ്ദേഹം ശ്രേഷ്ഠനായ ഒരു ഭരണാധികാരി കൂടി ആവണം. അതാണ് എല്ലാ പ്രജകളെയും ഒരുപോലെ കാണാൻ കഴിയുന്ന ആളാവണം രാജാവ്. ധനികനെന്നോ ദരിദ്രനെന്നോ അല്ലെങ്കിൽ ഉന്നത കുലജാതനെന്നോ താഴ്ന്ന കുലജാതനെന്നോ വകഭേദമില്ലാതെ എല്ലാവരും സമഭാവനയിൽ കാണുന്ന ആളാവണം രാജാവ്. ആ രാജാവാണ് ഭഗവാൻ പ്രതിനിധീകരിക്കുന്ന, ഭഗവാൻ ആ ശ്രേഷ്ഠമായ സ്ഥാനത്തിരിക്കുന്ന രാജാവ്. അതിന് ഉദാഹരണമായി നമുക്ക് ശ്രീരാമചന്ദ്രനെയും യുധിഷ്ഠിരനെയും മഹാബലി തുടങ്ങിയ വളരെയധികം രാജാക്കന്മാർ നമുക്ക് നമ്മുടെ ഭാരതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അടുത്തത് 28ാമത്തെ ശ്ലോകം നോക്കാം. ആയുധാനാമഹം വജ്രം, ആയുധങ്ങളിൽ വെച്ച് ഞാൻ വജ്രായുധമാകുന്നു. ധേനുനാമസ്മി കാമദുഃഖ്, ധേനുക്കളിൽ പശുക്കളിൽ വെച്ച് കാമധേനുവുമാണ് ഞാനാകുന്നു. പ്രജനശ്ചാസ്മി കന്ദർപ്പഹ, സന്താനോത്പാദനത്തിന് ഹേതുവായതിൽ കാരണഭൂതനായതിൽ ഞാൻ കന്ദർപ്പൻ കാമദേവനാണ്. സർപ്പാണാമസ്മി വാസുകി, സർപ്പങ്ങളിൽ വെച്ച് ഞാൻ സർപ്പരാജാവായ വാസുകിയാണ് എന്നാണ് പറയുന്നത്. ആയുധാനാം മഹം വജ്രം, ആയുധങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ആയുധമാണ് വജ്രായുധം. അത് ദേവേന്ദ്രന്റെ ആയുധമാണ്. അത് ആ വജ്രായുധം നിർമ്മിച്ചിരിക്കുന്നത് ദേവശില്പിയായ വിശ്വകർമാവാണ്. അദ്ദേഹം നിർമ്മിച്ചതാണ് ഈ വജ്രായുധം. അത് ഉണ്ടാക്കാൻ കാരണം വൃത്താസുരൻ എന്നൊരു അസുരൻ, അതിശക്തനായ അസുരൻ ഉണ്ടായിരുന്നു. അദ്ദേഹം ദേവലോകം ആക്രമിച്ച് ദേവേന്ദ്രനെ തോൽപ്പിച്ച് ദേവലോകം കീഴടക്കിയാണ് ഉണ്ടായത്. അങ്ങനെ അദ്ദേഹത്തെ കീഴടക്കാൻ വേണ്ടിയുള്ള ഉപായം അന്വേഷിച്ച് ദേവേന്ദ്രൻ ഭഗവാൻ വിഷ്ണുവിനോട് പോയി അഭയം പ്രാപിച്ചു. അങ്ങനെ അഭയം പ്രാപിച്ചെടുക്കുന്ന വിഷ്ണു ഭഗവാൻ പറയുകയാണ്, ദദീജി മഹർഷിയുടെ
നെട്ടല് കൊണ്ട് ഉള്ള ആയുധം ഉണ്ടാക്കുക, അത് വജ്രായുധം. ആ വജ്രായുധം ഉണ്ടാക്കിയാൽ മാത്രമേ ഈ വൃത്താസുരനെ കൊല്ലാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ഒരു ഉപായം പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ ദധീചി മഹർഷിയെ കാണാൻ വേണ്ടി ഇന്ദ്രൻ പോവുകയും, ദധീചി മഹർഷിയോട് ഇന്ദ്രന് മുമ്പേ അദ്ദേഹത്തിന് ഒരു അസൂയ ഉണ്ടായിരുന്നു. ദധീചി മഹർഷി വളരെ അധികം തപശക്തിയിലൊരു വ്യക്തിയായിരുന്നു. ദധീചി മഹർഷി എന്ന് പറഞ്ഞാൽ നമ്മളെ 26ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്, സിദ്ധാനാം കപിലോ മുനി. ഈ കപില മഹർഷിയുടെ സഹോദരിയുടെ മകനാണ് ഈ ദധീചി മഹർഷി. അങ്ങനെ ദധീചി മഹർഷിയെ കാണാൻ വേണ്ടി പോയി. ദധീചി മഹർഷി ദേവകാര്യമായതുകൊണ്ട് അദ്ദേഹം തൻ്റെ സ്വയം ശരീരം വെടിയുകയുണ്ടായത്. അങ്ങനെ വെടിഞ്ഞ് അങ്ങനെ അദ്ദേഹത്തിന്റെ നെട്ടല് കൊണ്ടാണ് ഈ വജ്രായുധം ദേവശില്പിയായ വിശ്വകർമാവ് ഉണ്ടാക്കിയിട്ടുള്ളത്. അങ്ങനെ ഈ വജ്രായുധത്തിന്റെ രഹസ്യം അറിയുന്നത് ദേവേന്ദ്രനും അതുപോലെ ദ്രോണാചാര്യരിൽ നിന്നും ദ്രോണാചാര്യരിൽ നിന്ന് തന്നെ അശ്വത്ഥാമാവിനും, ഇവർക്ക് മാത്രമേ ഈ വജ്രായുധത്തിന്റെ വിദ്യ കൈവശമുള്ളൂ. ഇത് മനുഷ്യന്മാരിൽ പ്രയോഗിക്കാൻ പാടില്ല എന്നാണ് ഇതിന്റെ തത്വം. ഇത് ഹനുമാൻ ചെറുപ്പ പ്രായത്തിൽ ഹനുമാൻ സൂര്യനെ പഴമൊന്ന് കണ്ടു പോയപ്പോൾ ഈ ദേവേന്ദ്രൻ ഉപയോഗിച്ചത് വജ്രായുധമാണ്. അദ്ദേഹത്തിന്റെ താടിയിൽ കൊണ്ടതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഹനുമാൻ എന്ന പേരുണ്ടായത്. അടുത്തത് ധേനുനാമസ്മി കാമദുഗ്. കാമധേനുവും അതുപോലെ കാമധേനും ദേവലോകത്തുള്ള ഒരു പശുവാണ്. കാമധേനു ഈ പാലാഴി മതിക്കുന്ന സമയത്ത് തന്നെ ഉണ്ടായ ഒരു പശുവാണ്. അതിന് എന്ത് കാര്യവും സാധിച്ചു കൊടുക്കാൻ കരുത്തുള്ള ഒരു പശുവാണ്. അത് ദേവലോകത്ത് മാത്രമാണുള്ളത്, ഭൗതിക ലോകത്ത് ഇല്ല. ആ പശു ഇല്ല, അത് ഭഗവാന്റെ മാത്രം ലോകത്ത് മാത്രമുള്ള പശുവാണ് ഈ കാമധേനു. അടുത്തത് പ്രജനശ്ചാസ്മി കന്ദർപ്പഃ. അതായത് സൗന്ദര്യദേവൻ, സ്നേഹത്തിന്റെ കാമത്തിന്റെ ദേവനാണ് കന്ദർപ്പൻ, അതായത് കാമദേവൻ. ഈ ലോകത്തിന്റെ നിലനിൽപ്പ് തന്നെ കാമദേവന്റെ പ്രവർത്തനത്തിന്റെ ഫലമാണ്. പരമ്പര നിലനിർത്താൻ എതിർ ലിംഗത്തിൽപ്പെട്ട ചരാചരങ്ങളെ പരസ്പരം ആകർഷിക്കുവാനുള്ള അഭിലാഷം ഉദ്ദീപിക്കുന്ന ദേവനാണ് കന്ദർപ്പൻ. അദ്ദേഹത്തിന്റെ ധർമ്മമാണത്. ഈ ഭൂമിയുടെ നിലനിൽപ്പ് തന്നെ അദ്ദേഹത്തിന്റെ ആ ധർമ്മത്തിൽ അധിഷ്ഠിതമാണ്. അപ്പൊ ബ്രഹ്മാവിന്റെ മാനസപുത്രനാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ആയുധം കരിമ്പ് കൊണ്ടുണ്ടാക്കിയ വില്ലും വണ്ടിനെ കോർത്തുണ്ടാക്കിയ ചരടും പുഷ്പങ്ങളെ ഉണ്ടാക്കിയ അമ്പുമാണ് അദ്ദേഹത്തിന്റെ ആയുധം. അദ്ദേഹത്തിന്റെ ഭാര്യ രതിദേവി. അപ്പൊ ഒരിക്കൽ ഭഗവാൻ ശിവനിൽ നിന്നും ശിവന്റെ കോപത്തിന് ഇരയായി ഭസ്മമാകേണ്ടി വന്ന ഒരവസ്ഥ കാമദേവൻ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ദക്ഷയാഗത്തിൽ പങ്കെടുത്ത ശേഷം സതീദേവി, ശിവഭഗവാന്റെ ഭാര്യ സതീദേവി അവിടെ ദക്ഷയാഗത്തിൽ പങ്കെടുത്ത് അപമാനിതയായി അവിടെ അഗ്നിയിൽ പ്രവേശിക്കുകയുണ്ടായത്. അതിൽ ദുഃഖിതയായ ശിവൻ മൗനിയായി നീണ്ട കാലം ഘോരമായ തപസ്സിൽ ഏർപ്പെടുകയുണ്ടായി. അപ്പോൾ ഈ സമയത്ത് ഭഗവാൻ ആരോട് സംസാരിച്ചില്ല, വളരെ മൗനിയായി തപസ്സിൽ ഏർപ്പെട്ട അവസരത്തിലായിരുന്നു. അങ്ങനെ സതീദേവി മരണശേഷം പാർവതി ദേവിയായി പുനർജനിക്കുകയും പാർവതി ദേവി ശിവനെ ഭർത്താവായി കിട്ടാൻ വേണ്ടി തപസ് ചെയ്തിരിക്കുന്ന അവസരത്തിലാണ് ദേവലോകം താരകാസുരൻ കീഴടക്കിയത്. താരകാസുരൻ ശക്തനായ അസുരൻ കീഴടക്കിയത്. അപ്പൊ താരകാസുരനൊരു വരമുണ്ട്, ശിവന്റെ പുത്രന് മാത്രമേ താരകാസുരനെ വധിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ദേവന്മാർ ആലോചിച്ച് ശിവന് പുത്രൻ ഉണ്ടാവണം, അതുകൊണ്ട് തന്നെ ഈ കാമദേവനെ ശിവന്റെ അടുത്തേക്ക് അയക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ കാമദേവൻ ശിവൻ തപസ് ചെയ്യുന്നവരൊക്കെ പോയി അവിടെ നിന്ന് തന്റെ കാമബാണങ്ങൾ എഴുതി. അപ്പോൾ അത് ശിവഭഗവാൻ അത് മനസ്സിലാക്കുകയും തന്റെ തൃക്കണ്ണ് തുറന്ന് കാമദേവനെ ഭസ്മമാക്കുകയും ചെയ്യുകയുണ്ടായത്. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം പാർവതി തന്റെ തപസ്സിൽ തൃപ്തനായ ശിവൻ ദേവിയെ വിവാഹം കഴിക്കാൻ തീരുമാനിക്കുകയാണ്. അപ്പോൾ തീരുമാനിച്ച ശേഷം ധനുമാസത്തിലെ തിരുവാതിര നാളിലായിരുന്നു അദ്ദേഹത്തിന്റെ വിവാഹം നിശ്ചയിച്ചിരിക്കുന്നത്. ആ വിവാഹ നിശ്ചയത്തിന്റെ തലേ ദിവസം മകൈര നാളിൽ കാമദേവന് ശിവൻ പുനർജന്മം നൽകുകയുണ്ടായത്. അതാണ് കാമദേവന്റെ ആഘോഷം കൊണ്ടാടുന്നത്. ഈ പുനർജന്മമായ ഈ മകൈര നാളിലാണ് കൊണ്ടാടുന്നത്. ഈ കാമദേവൻ മരണപ്പെട്ട ഭസ്മമാക്കിയതിനു ശേഷം അദ്ദേഹത്തിന് മറ്റൊരു ജന്മം കൂടി ഉണ്ടായി. ഭഗവാൻ കൃഷ്ണന്റെയും
കൃഷ്ണന്റെ മകനായി പ്രത്യുപ്നൻ കാമദേവന്റെ മകനാണ്. അത് അദ്ദേഹം പിന്നീട് യാദവന്മാരുടെ കുലം നശിക്കുന്ന സമയത്ത് നശിച്ചു പോവുകയുണ്ടായത്. അടുത്തത് സർപ്പാണാസ്മി വാസുകി. വാസുകി എന്ന് പറയുന്ന സർപ്പങ്ങളുടെ രാജാവാണ് വാസുകി. കശ്യപ മുനിയുടെയും കദ്രുവിന്റെയും മകനാണ്. അത് ഭഗവാൻ ശിവന്റെ കഴുത്തിലണിയുന്ന മാലയാണ് വാസുകി. വാസുകിയെ ഉപയോഗിച്ചാണ് ഈ പാലാടി മതക്കുന്ന സമയത്ത് കയറായി ഉപയോഗിച്ചാണ് വാസുകി. ഹരി ഓം. ഹരി ഓം അണ്ണ. 29, 30 ശ്ലോകങ്ങൾ റിപ്പീറ്റ് ചെയ്യാൻ ശ്രേയാക്കെ ക്ഷണിക്കുന്നു. അതേപോലെ തുടർന്ന് പ്രഭാവിയൊക്കെ ഈ ശ്ലോകങ്ങളുടെ വിവരണം നൽകാനായി ക്ഷണിച്ചു. ഹരി ഓം. ഹരി ഓം. ശ്ലോകം 29. അനന്തശ്ചാസ്മി നാഗാനാം വരുണോ യാദസാമഹം പിതॄണാമര്യമാച്ചാസ്മി യമസംയമതാമഹം അനന്തശ്ചാസ്മി നാഗാനാം വരുണോ യാദസാമഹം അനന്താശ്ചാസ്മി നാഗാനാം വരുണോ യാദസാമഹം പിതॄണാമര്യമാച്ചാസ്മി യമസംയമതാമഹം പിതॄണാമര്യമാചാസ്മി യമസംയമതാമഹം അനന്തശ്ചാസ്മി നാഗാനാം വരുണോ യാദസാമഹം പിതॄണാമര്യമാച്ചാസ്മി യമസംയമതാമഹം അനന്താശ്ചാസ്മി നാഗാനാം വരുണോ യാദസാമഹം പിതॄണാമര്യമാചാസ്മി യമസംയമതാമഹം. ശ്ലോകം 30. പ്രഹ്ലാദശ്ചാസ്മി ദൈത്യാനാം പ്രഹ്ലാദശ്ചാസ്മി ദൈത്യാനാം കാലകലയതാമഹം കാലഃ കലയതാമഹം മൃഗാണാം ച മൃഗേന്ദ്രോഹം മൃഗാണാം ച മൃഗേന്ദ്രോഹം വൈനതേയശ്ച പക്ഷിണാം വൈനതേയശ്ച പക്ഷിണാം പ്രഹ്ലാദശ്ചാസ്മി ദൈത്യാനാം കാലകലയതാമഹം പ്രഹ്ലാദശ്ചാസ്മി ദൈത്യാനാം കാലഃ കലയതാമഹം മൃഗാണാം ച മൃഗേന്ദ്രോഹം വൈനതേയശ്ച പക്ഷിണാം മൃഗാണാം ച മൃഗേന്ദ്രോഹം വൈനതേയശ്ച പക്ഷിണാം പ്രഹ്ലാദശ്ചാസ്മി ദൈത്യാനാം കാലകലയതാമഹം മൃഗാണാം ച മൃഗേന്ദ്രോഹം വൈനതേയശ്ച പക്ഷിണാം പ്രഹ്ലാദശ്ചാസ്മി ദൈത്യാനാം കാലഃ കലയതാമഹം മൃഗാണാം ച മൃഗേന്ദ്രോഹം വൈനതേയശ്ച പക്ഷിണാം. ഹരി ഓം. ഹരിയോ. ഇപ്പൊ ഇവിടെ നമ്മൾ 10ാം അധ്യായമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് വിഭൂതി വിസ്തര യോഗം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൽ മുഴുവൻ ഭഗവാന്റെ വിഭൂതിയെ കുറിച്ചിട്ടാണ് പറയുന്നതൊക്കെ. ഈ ലോകത്ത്, അതായത് ഈ പ്രപഞ്ചത്ത് കാണുന്ന എല്ലാ ആശ്ചര്യങ്ങളായ കാര്യങ്ങളിലെല്ലാം ഭഗവാന്റെ സാന്നിധ്യമുണ്ട്. അതായത് എല്ലാം ഭഗവാന്റെ
പ്രതിനിധികളായിട്ടാണ് ഇവരെയൊക്കെ നമ്മൾ കാണുന്നത്. ഇപ്പൊ ആദ്യത്തെ 29ാമത്തെ ശ്ലോകത്തിൽ തന്നെ അനന്ത ചാസ്മി നാഗാന, ഇപ്പൊ അനന്ത അതായത് പാമ്പുകളിൽ കുറെ പലതരം നാഗങ്ങളിലുണ്ട്. പക്ഷെ ഏറ്റവും കുറെ പണം കൂടിയ പാമ്പാണ്, സർപ്പമാണ് അനന്തൻ. ഈ അനന്തൻ ഞാനാണ് എന്ന് ഭഗവാൻ പറഞ്ഞു തരികയാണ്. അനന്താചാസ്മി നാഗാനാം വരുണോ യാത സാമകം. പിന്നെ ജലജീവികളിൽ വരുണൻ ഏറ്റവും വിശേഷമായത് അത് ഞാനാണ് എന്ന് ഭഗവാൻ പറഞ്ഞു തരുന്നു. പിന്നെ ഋതുക്കളുടെ ലോകത്ത് ആര്യമാവ്, അതും ഭഗവാന്റെ പ്രതിനിധിയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. പിന്നെ ശിക്ഷകരിൽ മൃത്യുദേവതയായ യമൻ, അതായത് പിന്നെ ദുഷ്കർമ്മികളെ ശിക്ഷിക്കാൻ കുറെ യമന്മാരുണ്ട്. അതിൽ ഏറ്റവും ശ്രേഷ്ഠനായത് ആരാണ്? യമനാണ്. യമദൂതന്മാരാണ്. അതിൽ ശ്രേഷ്ഠൻ യമൻ ആണ്, അതും ഭഗവാനാണ്. അപ്പൊ ഭൂമിക്ക് തൊട്ടടുത്ത ലോകമാണ് യമന്റേത്. ഇപ്പൊ മരണശേഷം മഹാപാപികളെയൊക്കെ എന്താണ് അവിടെ കൊണ്ടുപോയിട്ട് പലവിധ ശിക്ഷകളും കൊടുക്കുന്നു എന്ന് നമ്മൾ എപ്പോഴും പറയാറില്ലേ? പാപം ചെയ്യേണ്ട, നരകലോകത്തിൽ പോണ്ടി വരും എന്നൊക്കെ പറഞ്ഞ് നമ്മളൊക്കെ കുട്ടികളാകുമ്പോഴും ഒക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ എന്തായാലും അവിടെ കൊടുക്കുന്ന ഈ ശിക്ഷകൾ എല്ലാം ചെയ്യുന്ന ഏറ്റവും ശ്രേഷ്ഠനായ ആള് ആരാണ്? യമനാണ്. ഇതെല്ലാം ഭഗവാനാണ് എന്നാണ് നമുക്ക് പറയുന്നത്. ഇങ്ങനത്തെ ആശ്ചര്യകരമായ കാര്യങ്ങളിൽ എല്ലാം ഭഗവാനാണ് എന്ന് പറഞ്ഞു തരുന്നു. അതാണ് ഈ 29ാമത്തെ ശ്ലോകം. പിന്നെ 30ാമത്തത് പ്രഹ്ലാദാചാസ്മി ദൈത്യാനാം കാലഹ കലയതാമഹം മൃഗാണം ച മൃഗേന്ദ്രോഹം വൈനദേയച്ച പക്ഷിണാം. അതായത് പിന്നെ 2 സഹോദരിമാരുണ്ട്. പിന്നെ ദിതിയും അതിഥിയും സഹോദരിമാരാണ്. അവരുടെ അതില് അതിഥിയുടെ മക്കളെയാണ് ആദിത്യരെന്നും ദിതിയുടെ മക്കളെ ദൈത്യരെന്നും പറയുന്നു. അപ്പൊ ഈ ആദിത്യരെങ്ങനെയാ വെച്ചാൽ അവര് ഭയങ്കര ഭക്തന്മാരാണ്. അതുകൊണ്ട് അവർക്ക് ഭഗവാന്റെ എല്ലാവിധ സഹായങ്ങളും പിന്നെ എപ്പോഴും അവർക്ക് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകും. അവര് എല്ലാ സംരക്ഷണവും അവർക്ക് കിട്ടും. അവര് ദേവന്മാരാണ്. മറ്റേ ദിതിയുടെ മക്കൾ എന്താണ് പറയുന്നത്? ദൈത്യരെന്നാണ് പറയുന്നത്. ആ ദൈത്യരിലാണ് അവര് നിരീശ്വരവാദികളാണ്. അവർക്ക് ഭഗവാനൊന്നുമില്ല. അപ്പൊ അവർക്ക് അങ്ങനത്തെ ഇതൊന്നുമില്ല, ഭഗവാന്റെ സഹായങ്ങളൊന്നുമില്ല. പക്ഷെ ഈ പ്രഹ്ലാദാചാസ്മി എന്ന് പറയുന്നത്, പ്രഹ്ലാദൻ ജനിച്ചത് ശരിക്ക് അസുരകുലത്തിലാണ്. പക്ഷെ ഭയങ്കര വിഷ്ണു ഭക്തനാണ്. അത് പ്രഹ്ലാദന്റെ കഥ എല്ലാവർക്കും അറിയാലോ. പിന്നെ പ്രഹ്ലാദൻ ശരിക്ക് ആരായിരുന്നു? ഒരു ഹിരണ്യകശിപു എന്ന ദുഷ്ടനായ ഒരു രാജാവിന്റെ മകനായിട്ട് ജനിച്ചു. അമ്മയുടെ പേര് കയാടുവാണ്. ഇതൊക്കെ നമ്മൾ കുട്ടികളെ എല്ലാവരും പഠിച്ചിരിക്കും ഈ കഥ. പക്ഷെ 5-ാം വയസ്സിൽ തന്നെ ഭയങ്കര വിഷ്ണു ഭക്തനായിട്ടാണ് പ്രഹ്ലാദൻ ജീവിച്ചതും ഒക്കെ. പ്രഹ്ലാദൻ എങ്ങനെ വെച്ചാൽ അമ്മയുടെ ഉദരത്തിൽ വെച്ചിട്ട് തന്നെ ഇരിക്കുമ്പോൾ തന്നെ നാരദമുനി വിഷ്ണുവിന്റെ നാമങ്ങൾ ഇങ്ങനെ ചൊല്ലുന്നത് കേട്ടിട്ടാണ് വളർന്നതും ഒക്കെ. പിന്നെ ചെറുപ്പത്തിൽ തന്നെ നാരദമുനി അദ്ദേഹത്തെ പഠിപ്പിച്ചു. അപ്പൊ അങ്ങനെ ഭയങ്കര അകമഴിഞ്ഞ വിശ്വാസമായിരുന്നു ഭഗവാനോട്. നല്ലൊരു വിഷ്ണു ഭക്തനായിട്ടാണ്. അത് എല്ലാവർക്കും അറിയുന്ന കഥയാണ്. പിന്നെ ഹിരണ്യകശിപു പല വിധത്തിലും പ്രഹ്ലാദനെ അപായപ്പെടുത്താൻ തുടങ്ങി. പ്രഹ്ലാദൻ എപ്പോഴും നാരായണ നാരായണ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ അപായപ്പെടുത്താൻ തുടങ്ങിയപ്പോൾ എല്ലാ സമയവും ഭഗവാൻ വന്നിട്ട് എല്ലാ ഇതൊന്നും രക്ഷിക്കുകയാണ് ചെയ്തത്. അപ്പൊ ഇതിലെന്താ പറയുന്നത് വെച്ചാല് നമ്മളിപ്പൊ തന്നെ ഈ ചെറുപ്പത്തിൽ തന്നെ ഭഗവാനോടുള്ള ഭക്തി, സ്നേഹം എല്ലാം വളർത്തിയെടുത്താൽ, ഇപ്പൊ ഇവിടെ തന്നെ എത്രയോ ഇത്രയും കുട്ടികൾ ഈ ഭഗവത്ഗീത ചാൻഡ് ചെയ്യാനും അതിന്റെ കഥകൾ കേൾക്കാനും വരുന്നതന്നെ അവരൊക്കെ ഒരു ദൈവാനുഗ്രഹമുള്ള കുട്ടികളായതുകൊണ്ടാണ്. അപ്പൊ അവർക്ക് ഈ ചെറുപ്പത്തിൽ തന്നെ ഇങ്ങനെ ഇതിലൊക്കെ ഇൻട്രസ്റ്റ് വരിക, അത് കണ്ടിന്യൂ ചെയ്യുക, വലുതാവുമ്പോൾ അത് മനസ്സിൽ തന്നെ ഉണ്ടായിരിക്കും. പിന്നെ അവരതിനെ പ്രോത്സാഹിപ്പിക്കുന്ന പേരൻസിനെ നമ്മൾ ശരിക്ക് അഭിനന്ദിക്കുക വേണം. അപ്പൊ ഈ കുട്ടികളൊക്കെ എന്തോ ഒരു ദൈവാനുഗ്രഹമുള്ള കുട്ടികളായതുകൊണ്ടാണ് അവർക്കിത് വരാനും ഒക്കെ തോന്നുന്നത് തന്നെ. ഇപ്പൊ പ്രഹ്ലാദനെ കണ്ടില്ലേ, ചെറുപ്പത്തിലെ ആ ഭക്തി വളർത്തിയതുകൊണ്ടും അകമഴിഞ്ഞ വിശ്വാസം കൊണ്ടും ഏത് ബുദ്ധിമുട്ടുകളിലും തരണം ചെയ്യാൻ പറ്റി. അതുപോലെ ഇന്ന് എല്ലാ കുട്ടികളും ഇപ്പോഴേ ഇങ്ങനെ ഇതില് ഭക്തിയിലും ഒക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് വലുതാവുമ്പോഴും എന്ത് ബുദ്ധിമുട്ടുണ്ടാവുമ്പോഴും ഭഗവാന്റെ ഒരു അനുഗ്രഹവും സംരക്ഷണവും ഒക്കെ കിട്ടും. അപ്പൊ ഇതിൽ അങ്ങനെ ഈ പ്രഹ്ലാദൻ ആരാണ്? പിന്നെ ഞാനാണ് എന്നാണ് പറയുന്നത്. അത് ഭഗവാൻ അതിൽ പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ പ്രഹ്ലാദാചാസ്മി എന്ന് പറയുമ്പോൾ അതിലും ഭഗവാന്റെ പ്രതിനിധിയായിട്ടാണ് പ്രഹ്ലാദനെ കണക്കാക്കുന്നത്. പിന്നെ രണ്ടാമത് പറയുന്നത് കാലമാണ് ഞാൻ. ഇപ്പൊ ഈ കാലത്തിനെ നമുക്ക് ഒരിക്കലും മാറ്റിമറിക്കാൻ പറ്റില്ല. ആർക്കും അത്
ഇപ്പൊ ഇന്നലെ കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കഴിഞ്ഞു. അതിനെ വീണ്ടും തിരിച്ചു കൊണ്ടുവരാനോ ഒന്നും ആർക്കും പറ്റില്ല. കാലത്തെ കീഴടക്കാൻ പറ്റില്ല. ബാക്കി പല കാര്യങ്ങളും ഇപ്പൊ ശാസ്ത്രം പുരോഗമിച്ച് കീഴടക്കിയാലും കാലത്തിന് ഒരിക്കലും കീഴടക്കാൻ പറ്റില്ല. അത് ആശ്ചര്യകരമായ ഒന്നാണ്. അതും ഭഗവാന്റെ ഒരു ആശ്ചര്യകരമായ ഒന്നാണ്. ഭഗവാന്റെ പ്രതിനിധി തന്നെ പറയും അതിനെയും. അപ്പൊ ഈ കാലം കാത്തു നിൽക്കില്ല. അപ്പൊ അതും കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക വെച്ചാല്, കാരണം അവരവരുടെ ഇപ്പോഴത്തെ വിദ്യാഭ്യാസ കാലം, അതായത് അവര് ഇപ്പൊ ചെയ്യേണ്ട കാര്യങ്ങൾ ഇപ്പൊ തന്നെ നാളേക്ക് മറ്റന്നാളെ പറഞ്ഞ് മാറ്റിവെക്കാതെ ഈ പഠിക്കുന്ന സമയം അത് വേണ്ട പോലെ പഠിക്കുക. അതൊക്കെയാണ് ഇതിലും കാലത്തിന് നമുക്ക് ഒരിക്കലും നീട്ടിവെക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയിട്ട് എല്ലാവരും അത് ചെയ്യുക. പിന്നെ പറയുന്നത് മൃഗങ്ങളിൽ വെച്ചിട്ട് ഏറ്റവും വലുത് വനരാജാവാണ് സിംഹം. സിംഹത്തിനെയാണ് പറയുന്നത് ഏറ്റവും ശക്തിയേറിയ മൃഗമാണ്. അതും ഭഗവാന്റെ പ്രതിനിധിയായിട്ട് കണക്കാക്കുന്നു. പിന്നെ നാനാ പക്ഷികളെയാണ് പറയുന്നത്. അതില് പക്ഷികളിലെ ഏറ്റവും വിശേഷപ്പെട്ടതാണ് വിഷ്ണു ഭഗവാന്റെ വാഹനമായ ഗരുഡനാണ്. അതും ഭഗവാന്റെ പ്രതിനിധിയാണ്. ഇങ്ങനെ എന്തെല്ലാം ആശ്ചര്യകരമായ ഇതുണ്ടെങ്കിലും അതെല്ലാം ഭഗവാന്റെ പ്രതിനിധിയായിട്ടാണ് പറഞ്ഞു തരുന്നത് നമുക്ക്. അപ്പൊ എല്ലാ ഇതിന് ഈ 2 ശ്ലോകത്തിൽ നിന്നും അതാണ് നമുക്ക് മനസ്സിലാക്കിയത്. ഹരിയോം. ഹരിയോമക്ക. അങ്ങനെ ഇന്ന് 23-ാമത്തെ ശ്ലോകം നിന്ന് 30-ാമത്തെ ശ്ലോകം വരെ വിഭൂതി യോഗത്തിൽ ഉള്ള ശ്ലോകങ്ങൾ നമ്മൾ കണ്ടു, അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി. അപ്പൊ ഇന്ന് ഇവിടെ ചേർന്ന എല്ലാ കൊച്ചുകുട്ടികളും, അനുവിന്ദ ലക്ഷ്മി അക്ക, ഐശ്വര്യ മനോജ് അക്ക, ധ്യാൻ മാധവണ്ണൻ, സ്വാത്വിക് അണ്ണൻ, ശ്രേയ അക്ക, ഇവർക്ക് എല്ലാവർക്കും ആദ്യം തന്നെ നന്ദി പറയുന്നു. ഇപ്പോൾ കൊച്ചു പിള്ളേർക്കാണ് നമ്മളെക്കാട്ടിലും എല്ലാവരെയും കാട്ടിലും ഒരുപാട് തിരക്ക്. ഡാൻസും ട്യൂഷനും ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനിടയ്ക്ക് മൊബൈലും കാണും. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഇടയ്ക്ക് ഇവിടെ വന്ന് എത്രയോ കളികളും ഒക്കെ അതിൻ്റെ ഇടയ്ക്ക് ഇതൊക്കെ കളഞ്ഞ് ഈ ഒരു ഇപ്പം തന്നെ പ്രഭാക പറഞ്ഞ പോലെ ഇവിടെ വന്ന ഇത്രയും സമയം നമ്മുടെ കൂടെ ഇരുന്ന് ഇത് ക്ഷമയോടെ ചൊല്ലി കേട്ട് ഇരിക്കുന്നു. അവർക്ക് ഏറ്റവും ആദ്യം തന്നെ നന്ദി. അതിനോടൊപ്പം ഇന്ന് ഇവിടെ ഗൈഡൻസ് ചൈൻറ്റിങ് ഗൈഡൻസ് ചെയ്ത ജയശ്രീ അക്കയ്ക്ക് നന്ദി പറയുന്നു. ഹരിയും. അതേപോലെ എക്സ്പ്ലനേഷനിൽ എത്തിയ സരോജിനി അക്ക, ജയരാജണ്ണൻ, പ്രഭാക്ക, പിന്നെ എന്നോട് ഞാൻ പറയുന്നു, എന്നെ എന്തിനാ കളയേണ്ടത്. ഹരിയും. എല്ലാവർക്കും നന്ദി. അതേപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചാൻറ്റിങ് ബാക്കപ്പിൽ വേണ്ടി എത്തിയ ജ്യോതി അക്ക, അതേപോലെ എക്സ്പ്ലനേഷൻ ബാക്കപ്പിൽ എത്തിയ EV നാരായണനും നന്ദി പറയുന്നു. ഇതിൻ്റെ പുറേ ഷെഡ്യൂളിങ്ങും ഈ പിള്ളേരെയൊക്കെ വിളിച്ച് ഇതൊക്കെ ചെയ്യണം, സമയത്തിന് വരണം, വരാതിരുന്നാൽ ടെൻഷനൊക്കെ പെടുന്ന നമ്മുടെ സിന്ധു അക്കയ്ക്ക് നന്ദി പറയുന്നു. ഹരിയും. എല്ലാവർക്കും കൈകൾ നമസ്കാര സ്ഥിതിയിൽ കൊണ്ടുവരാം. കണ്ണുകൾ അടയ്ക്കാം. ഓം സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.